നമ്മളിവിടെ ഒരു MS Excel വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഒരു ബ്ലാങ്ക് വർക്ക് ബുക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഒരു എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സൽ ഇതിന് ഡിഫോൾട്ട് ആയിട്ട് ബുക്ക് 1 എക്സൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഈ സേവ് എന്ന ഐക്കണിന്റെ ഇപ്പുറത്ത് ഒരു എക്സൽ വർക്ക് ബുക്കിന്റെ പേര് വരുന്നുണ്ട്. ബുക്ക് 1 എക്സൽ എന്ന് കാണാം. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു എക്സൽ വർക്ക് ബുക്കിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് കൺട്രോൾ N എന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യാം. കൺട്രോൾ N എന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുമ്പോൾ പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന്റെ പേര് ബുക്ക് 2 എന്ന് കാണും. വീണ്ടും കൺട്രോൾ N അടിച്ചാൽ പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ബുക്ക് 3 എന്ന പേര്. അങ്ങനെ ഒരു എക്സൽ ഓപ്പൺ ആകുമ്പോൾ വർക്ക് ബുക്ക് ഓപ്പൺ ആകുമ്പോൾ എക്സൽ ഇതിന് ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കുന്ന പേരാണ് ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്നൊക്കെ. ഓക്കെ. ഇനി പലരും പറഞ്ഞു കേൾക്കാറുണ്ട് വർക്ക് ഷീറ്റ് എന്ന്, എക്സൽ വർക്ക് ഷീറ്റ് എന്ന്. ശരിക്കും എന്താണ് എക്സൽ വർക്ക് ഷീറ്റും എക്സൽ വർക്ക് ബുക്കും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഒരു ബുക്ക്? ധാരാളം പേജുകൾ ബൈൻഡ് ചെയ്ത ഒന്നാണ് ഒരു ബുക്ക്. അതുപോലെ തന്നെയാണ് ഒരു എക്സൽ വർക്ക് ബുക്കും. ഇവിടെ പേജസിന് പകരം ഷീറ്റുകൾ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഓരോ പേജും ഓരോ ഷീറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഷീറ്റ് 1 എന്നൊരു കാണും. ഇതിന്റെ ഇപ്പുറത്തായിട്ട് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാം. ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ഷീറ്റ് ആഡ് ആയിട്ടുണ്ട്. ഇത് ഷീറ്റ് 2. വീണ്ടും ഒരു പ്ലസ് ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ഷീറ്റ് 3 ആഡ് ആയി കാണാം. അങ്ങനെ ഒരു എക്സൽ വർക്ക് ബുക്കിൽ നമുക്ക് 255 എക്സൽ വർക്ക് ഷീറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു എക്സൽ വർക്ക് ബുക്കിൽ, ഈ ഒരു ബുക്ക് 1 എന്നൊരു എക്സൽ വർക്ക് ബുക്കിൽ നമുക്ക് മാക്സിമം 255 ഷീറ്റുകൾ വരെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഷീറ്റുകളെല്ലാം കമ്പൈൻ ചെയ്ത ഒരു എക്സൽ ഫയലിനെയാണ് നമ്മൾ എക്സൽ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ബുക്കിൻ്റെ അകത്ത് ഒരു പേജസുകൾ പോലെ തന്നെയാണ് ഈ ഷീറ്റുകൾ. അപ്പോൾ 255 ഷീറ്റുകൾ വരെ ഒരു എക്സൽ വർക്ക് ബുക്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഈ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഷീറ്റുകളെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു എക്സൽ ഫയലിനെയാണ് എക്സൽ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് എക്സൽ വർക്ക് ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു എക്സൽ ഫയൽ എന്ന് നമുക്ക് പറയാം. ഇതായിരിക്കും ഉചിതം. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു എക്സൽ വർക്ക് ബുക്കിൽ നമുക്ക് ഷീറ്റുകൾ ആഡ് ചെയ്യാം എന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ ഷീറ്റ് ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് ഷിഫ്റ്റ് F11. ഇനി ഷിഫ്റ്റിന്റെ കൂട്ടത്തിൽ ചില കീബോർഡുകളൊക്കെ ഫംഗ്ഷൻ കീയും കൂടെ കാണുമായിരിക്കും. FN എന്ന് പറയുന്ന ഒരു കീ കാണാം. ഈ ഫംഗ്ഷൻ കീ ഉള്ള കീബോർഡ് ആണെങ്കിൽ ഷിഫ്റ്റിന്റെ കൂട്ടത്തിൽ FN എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കീയുടെ ഉൾപ്പെടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് F11 ക്ലിക്ക് ചെയ്യാം. ഷിഫ്റ്റ്, ഫംഗ്ഷൻ കീ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ കീ, പിന്നെ F11. പുതിയൊരു ഷീറ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഷീറ്റ് 4 എന്ന് പറഞ്ഞൊരു ഷീറ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. എനിക്ക് 2010 മുതലുള്ള MS Excel വേർഷനിൽ കൺട്രോൾ N അടിച്ചുകൊണ്ട് പുതിയൊരു ഷീറ്റ് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ്. 2010 മുതലുള്ള എക്സലിലെ ഡിഫോൾട്ട് ആയിട്ട് ഒരു ഷീറ്റാണ് ഒരു എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആയി വരുന്നത്. എനിക്ക് ഇങ്ങനെ പ്ലസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കൺട്രോൾ നമ്മുടെ ഷോർട്ട് കട്ട് കീ ആയ ഷിഫ്റ്റ് 11 അടിച്ചുകൊണ്ടോ അല്ലാതെ തന്നെ നമ്മളൊരു എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഡിഫോൾട്ട് ആയിട്ട് ഒരു 5 എക്സൽ വർക്ക് ഷീറ്റുകൾ ഒരു ബുക്കിൻ്റെ അകത്ത് കാണണം. അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം? അതിനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫയൽ എന്ന് പറഞ്ഞ മെനുവിൽ ചെല്ലുക. ഏറ്റവും താഴെയായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ഡയലോഗ് ബോക്സ് വരുന്നുണ്ട്. ഇവിടെ ജനറൽ എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. ഇതിന്റെ അണ്ടറിൽ വെൻ ക്രിയേറ്റിംഗ് ന്യൂ വർക്ക് ബുക്സ്, ഇതിന്റെ താഴെ ഇൻക്ലൂഡ് ദിസ് മെനി ഷീറ്റ്സ്, ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഒന്നായിരിക്കും കിട്ടുന്നത്. എനിക്കിവിടെ 2 ആണെങ്കിൽ 2, 5 എണ്ണമാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഞാനിവിടെ 5 കൊടുക്കുകയാണ്. ഓക്കെ. ഇനി പുതിയൊരു ഷീറ്റ് എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാണ്. കൺട്രോൾ N, പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബുക്ക് 5. ഡിഫോൾട്ട് ആയിട്ട് ഷീറ്റ് 1 തൊട്ട് ഷീറ്റ് 5 വരെ ഇതിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ നോക്കാം. കൺട്രോൾ N അടിച്ചു. ബുക്ക് 6, ഷീറ്റ് 5 ഷീറ്റുകൾ ഡിഫോൾട്ട് ആയിട്ട് ഈ ഒരു വർക്ക് ബുക്കിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഓപ്ഷൻസ് ഒന്നിട്ട് കാണിക്കാം. ഫയൽ എന്ന മെനുവിൽ ഓപ്ഷൻസിൽ ചെല്ലുക. ജനറൽ എന്ന ടാബിന്റെ അണ്ടറിൽ വെൻ ക്രിയേറ്റിംഗ് ന്യൂ വർക്ക് ബുക്സ് ഇൻക്ലൂഡ് ദിസ് മെനി ഷീറ്റ്സ്, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളതാക്കി കൊടുക്കും. ഞാൻ വീണ്ടും ഡിഫോൾട്ട് ആയിട്ട് 1ലേക്ക് ആക്കുകയാണ്. ഇനി പുതിയൊരു കൺട്രോൾ N പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ്.
ഇത് ബുക്ക് 7 ഡിഫോൾട്ടായിട്ട് ഒരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് എത്ര ഷീറ്റുകൾ വേണമെന്ന് നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ MS എക്സലിൻ്റെ പ്രധാനപ്പെട്ടതും ബേസിക്കുമായിട്ടുള്ള ഇൻ്റർഫേസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആവശ്യമായി പരിചയപ്പെടേണ്ടതാണ് എന്താണ് ടാബുകൾ, എന്താണ് ഗ്രൂപ്പ്, എന്താണ് റിബൺസ്. ഇവ മൂന്നും എന്താണ് അറിഞ്ഞിരിക്കാം. ടാബ് എന്താണ്, ഗ്രൂപ്പ് എന്താണ്, റിബൺസ് എന്താണ്. ഓക്കെ, ഈ ഏറ്റവും ടോപ്പായിട്ട് ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുല, ഡാറ്റ, റിവ്യൂ, വ്യൂ എന്നിങ്ങനെ കുറേ മെനുകൾ കാണും. ഈ മെനുകളെ വിളിക്കുന്ന പേരാണ് ടാബ് എന്ന്. ഇത് ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, ഫോർമുലാസ് ടാബ്, ഡാറ്റ ടാബ്, റിവ്യൂ ടാബ്, വ്യൂ ടാബ്, ഹെൽപ്പ് എന്നിങ്ങനെ പോകുന്നു. ഇവയെല്ലാം വിളിക്കുന്ന ഈ മെനുകളെല്ലാം വിളിക്കുന്നതാണ് ടാബുകൾ എന്ന്. എക്സലിൻ്റെ ഭാഷയിൽ ഇവയെല്ലാം ടാബുകളാണ്. ഇനി ഈ ടാബുകൾക്കടിയിൽ സബ് ഡിവിഷനായിട്ട് ഓരോ വരകൾ കൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവയൊക്കെയാണ് ഓരോ ഗ്രൂപ്പുകൾ. ടാബുകൾ കൺട്രോളിൽ ഓരോ ഗ്രൂപ്പുകളുണ്ട്. ഇത് ഈ ഒരു ഗ്രൂപ്പാക്കി തിരിച്ചിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ പേരാണ് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പാണ് ഫോണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോണ്ട് ഗ്രൂപ്പ്, അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അലൈൻമെൻറ്റ് ഗ്രൂപ്പ്. ഇതൊരു നമ്പർ ഗ്രൂപ്പാണ്. ഇത് സ്റ്റൈൽ ഗ്രൂപ്പാണ്. ഇത് സെൽസിൻ്റെ ഗ്രൂപ്പാണ്. ഇവ എഡിറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പം ഹോം എന്ന ടാബിൽ തന്നെ കുറേ ഗ്രൂപ്പുകളുണ്ട്. ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, ഫോണ്ട് ഗ്രൂപ്പ്, അലൈൻമെൻറ്റ് ഗ്രൂപ്പ്, നമ്പർ ഗ്രൂപ്പ് എക്സെട്ര. ഈ ഇൻസേർട്ട് ടാബിൻ്റെ അണ്ടറിൽ വരികയാണെങ്കിൽ ടേബിൾസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, ചാർട്ട്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ചാർട്ടിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പാർക്ക് ലൈൻസ് ഗ്രൂപ്പ്, ഫിൽറ്റർ ഗ്രൂപ്പ് എക്സെട്ര. പേജ് ലേഔട്ട് വരികയാണെങ്കിൽ തീംസിൻ്റെ ഒരു ഗ്രൂപ്പ്, ഇത് പേജ് സെറ്റപ്പിൻ്റെ ഗ്രൂപ്പ്, സ്കെയിൽ ടു ഫിറ്റ് ഗ്രൂപ്പ് എക്സെട്ര. നമുക്ക് ഡാറ്റ ടാബിൽ വരാം. ഇത് ക്വറീസ് ആൻഡ് കണക്ഷൻ്റെ ഒരു ഗ്രൂപ്പാണിത്. സോർട്ട് ആൻഡ് ഫിൽറ്റർ ഫംഗ്ഷനുകളെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ഇത് ഡാറ്റ ടൂൾസിൻ്റെ ഗ്രൂപ്പ്, ഫോർകാസ്റ്റ് ഗ്രൂപ്പ് എക്സെട്ര. അപ്പം ടാബുകളും ഗ്രൂപ്പുകളും എന്താണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ടാബ് എന്ന് വെച്ചാൽ ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് എക്സെട്ര. ഇനി ഹോം ടാബിൻ്റെ അണ്ടറിലുള്ളതാണ് ഓരോ ഗ്രൂപ്പുകളാണ്. ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, ക്ലിപ്പ് ബോർഡ്, ഫോണ്ടിൻ്റെ ഗ്രൂപ്പ്, അലൈൻമെൻറ്റ് ഗ്രൂപ്പ് എക്സെട്ര. ഇനി ഈ ഗ്രൂപ്പുകൾക്കുള്ളിലുള്ള കമാൻഡ്സുകളെയാണ് റിബൺസ് എന്ന് പറയുന്നത്. അതായത് ഈ ഹോം ടാബിൻ്റെ അണ്ടറിൽ ക്ലിപ്പ് ബോർഡ് എന്ന ഗ്രൂപ്പിൻ്റെ അകത്തുള്ള കമാൻഡ്സുകളാണ് കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ്, പെയിൻറ്. ഇവയെല്ലാം വിളിക്കുന്നതാണ് റിബൺസ് എന്നും. റിബൺസ് അല്ലെങ്കിൽ കമാൻഡ്സ് എന്നും ഇവയെ വിളിക്കാം. ഇനി ഫോണ്ട് ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള റിബൺസുകളാണ് ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈന്, ബോർഡേഴ്സ്, ഫിൽ കളർ, ഫോണ്ട് സൈസ്, ഫോണ്ട്, ഇൻക്രീസ് ഫോണ്ട്, ഡിക്രീസ് ഫോണ്ട്, ഫോണ്ട് കളറൊക്കെ. അതുപോലെ തന്നെ അലൈൻമെൻറ്റ് ഗ്രൂപ്പിൻ്റെ അകത്തെ റിബൺസോ കമാൻഡ്സോ ആണ് ബേർജ് ആൻഡ് സെൻറ്റർ, റാപ്പ് ടെക്സ്റ്റ്, അലൈൻമെൻറ്റ് ഓപ്ഷൻസ്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ ഇവയൊക്കെയാണ് ഓരോ റിബൺസ്. അതുപോലെ തന്നെ നമ്മൾ പേജ് ലേഔട്ട് വരികയാണെങ്കിൽ കളേഴ്സ്, ഫോൺസ്, എഫക്ട്സ് എല്ലാം തീം എന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള റിബൺസുകളാണ്. ഇൻസേർട്ട് ടാബിൽ വരികയാണെങ്കിൽ ടേബിൾസ് എന്ന ഗ്രൂപ്പിൻ്റെ അകത്തെ റിബൺസുകളാണ് ഇവയെല്ലാം. പിവറ്റ് ടേബിൾ, റെക്കമെൻഡ് പിവറ്റ് ടേബിൾ, ടേബിൾസ്. അതുപോലെ തന്നെ ചാർട്ടിൻ്റെ അകത്തെ റിബൺസ് ആണ് പയ്യെ. ഓരോ ഗ്രാഫുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ടാബ് എന്താണ്, ഗ്രൂപ്പ് എന്താണ്, റിബൺസ് എന്താണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പൊക്കത്തിലുള്ള ടോപ്പിലുള്ള ആദ്യത്തെ മെനുകളെയാണ് ടാബ് എന്ന് എക്സൽ ഭാഷയിൽ പറയുന്നത്. ടാബിൻ്റെ അണ്ടറിൽ ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പുകൾക്കുള്ളിൽ കമാൻഡ്സുകളെയാണ് റിബൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് എന്താണ് കോളം, എന്താണ് റോയ് എന്നുള്ളതാണ്. എന്താണ് കോളം, എന്താണ് റോ? ഒരു എക്സൽ എന്ന് പറഞ്ഞാൽ കോളത്തിൻ്റെയും റോയുടെയും കളികളാണ്. അപ്പോൾ എന്താണ് കോളം? ഈ ആൽഫബറ്റിക്കൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നവയാണ് കോളങ്ങൾ. ഇത് എ എന്ന കോളം, ഇത് ബി എന്ന കോളം, സി എന്ന കോളം, അങ്ങനെ നീണ്ടു പോകുന്നു. അങ്ങനെ XFD വരെയുള്ള കോളങ്ങളുണ്ട്. ഇനി എന്താണ് റോ? റോ എന്ന് വെച്ചാൽ ഈ 1 2 3 എന്ന് ന്യൂമറിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന എല്ലാം റോകളാണ്. ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ, അങ്ങനെ നീണ്ടു പോകുന്നു. ആകെ എത്ര റോകൾ ഉണ്ടെന്ന് നോക്കാം.
10,48,576 റോയാണ് ഒരു എക്സൽ വർക്ക് ബുക്കിലെ ഒരു ഷീറ്റിലുള്ളത്. അങ്ങനെ ആകെ 255 ഷീറ്റുകൾ വരെ ഒരു എക്സൽ വർക്ക് ബുക്കിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഒരു ഷീറ്റിൽ തന്നെ നമുക്ക് 10,48,576 റോകളും XFD വരെയുള്ള കോളങ്ങളും ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്യാനായിട്ട് ഇത് ഈ നാവിഗേഷൻ ബാർ നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് പോകണമെങ്കിൽ ഈ ഫസ്റ്റ് പോയിൽ ഞാൻ നിൽക്കുകയാണ്. അത് കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് റൈറ്റ് ആരോ ഞെക്കിയാൽ അങ്ങേ അറ്റം XFD വരെ എത്തും. അവിടുന്ന് ഡൗൺ ആരോ ഞെക്കിയാൽ താഴെത്തും, ലെഫ്റ്റ് ആരോ, റൈറ്റ് ആരോ. ഇങ്ങനെയാണ് ഈ ഒരു വർക്ക്ഷീറ്റ് ഫുള്ളായിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കോളവും റോയും നമ്മൾ എന്തായാലും മനസ്സിലാക്കി. ഇനി എന്താണ് സെൽ എന്ന് മനസ്സിലാക്കാം. എക്സാക്ട്ലി റോയുടെയും കോളത്തിൻ്റെയും ഇൻ്റർസെക്ഷനാണ് ഒരു സെല്ല്. അതായത് ഒരു കോളവും ഒരു റോയും കൂടി ചേരുന്നതാണ് ഒരു സെല്ല്. ഞാനിത് ഇവിടെ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെലക്ട് ചെയ്തേക്കുന്നത് ഇ എന്ന കോളത്തിലെ മൂന്നാമത്തെ റോയും കൂടെ ചേർന്നതാണ്. ഇ എന്ന കോളവും തേർഡ് റോയും കൂടെ കമ്പൈൻ ചെയ്ത് E3 എന്ന സെല്ലാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് E3 എന്ന സെല്ലാണ്. ഈ സെല്ലിന്റെ നെയിമാണ് ഈ നെയിം ബോക്സിൽ കാണുന്നത്. E3 എന്ന് ഇവിടെ കാണാം നെയിം ബോക്സിൽ. അതുപോലെ തന്നെ ഞാൻ ഇത് ഈ സെലക്ട് ചെയ്തേക്കുന്ന കോളം ഏതാണ്, അല്ലെങ്കിൽ സെല്ല് ഏതാണ്? എഫ് എന്ന കോളത്തിൽ 7th റോയ്, അതായത് F7 ആണ് ഈ സെല്ലിന്റെ നെയിം. ഇനി നമുക്ക് ഈ നെയിം ബോക്സിൽ കൊണ്ടുവന്നിട്ട് H5 എന്ന് ഞാൻ ടൈപ്പ് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ H5ലോട്ട് നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേണമെങ്കിൽ N16 കൊടുക്കുകയാണ്. N എന്ന കോളത്തിൽ 16ാമത്തെ റോയ് ഇതും കൂടെ കമ്പൈൻ ചെയ്ത N16 എന്ന സെല്ലിലോട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി എന്തായിരിക്കും റേഞ്ച്? എക്സാക്ട്ലി ഒന്നിൽ കൂടുതൽ സെല്ലിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇത് ഒരു റേഞ്ചാണ്, ഇതൊരു റേഞ്ചാണ്, ഇത്രയും ഭാഗം ഒരു റേഞ്ചാണ്, ഇതും ഒരു റേഞ്ചാണ്. ഓക്കെ, ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ഇത്രയും ഒരു റേഞ്ച് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഇതിനൊരു ബോർഡർ കൊടുക്കുകയാണ്. ബോർഡർ കൊടുത്തു. ഇപ്പം ഇത് ഫുൾ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ F3 എന്ന് മാത്രമാണ് കാണുന്നത്. എന്നാൽ ഞാൻ ഇവിടെ ഒരു കർസർ കൊണ്ട് വെച്ചിട്ട് ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. റേഞ്ച് 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിവിടെ സെലക്ട് ചെയ്ത് നോക്കാം. ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്തപ്പോൾ റേഞ്ച് 1 തന്നെ ഇവിടെ കണ്ടു. ഇനി ഞാൻ ഇവിടെ ഒരു റേഞ്ച് സെലക്ട് ചെയ്തു. ബോർഡർ ഒന്നും കൊടുക്കുന്നില്ല. ഇതിന് ഞാൻ ഇവിടെ ഒരു പേര് കൊടുക്കാൻ പോവുക. റേഞ്ച് യെല്ലോ. റേഞ്ച് 2 എന്ന് കൊടുത്തു. നേരത്തെ ഇവിടെ നമ്മൾ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാമായിരുന്നു ഇതായിരുന്നു നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ച് എന്ന്. എന്നാൽ ഞാൻ ഇവിടെ എവിടെയോ ഒരു റേഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റേഞ്ചിന് പേരും കൊടുത്തു, റേഞ്ച് 2 എന്നും കൊടുത്തു. പക്ഷേ ഇപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നമുക്ക് ഈ നെയിം ബോക്സിൻ്റെ ഇവിടെ വരുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം. ഈ ആരോയെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ റേഞ്ചിന് നെയിം സെറ്റ് ചെയ്ത് കൊടുത്ത് ആ റേഞ്ചുകൾ നമുക്ക് കാണാൻ പറ്റും, ആ പേരുകൾ. ഇനി ആ പേരുകളിൽ നിന്ന് റേഞ്ച് 2 നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇതേ നമ്മൾ മുമ്പേ സെലക്ട് ചെയ്ത് പേര് കൊടുത്ത ആ റേഞ്ച് നമുക്ക് വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ പുതിയൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ ഷീറ്റ് 2-ൽ ഞാൻ ഇവിടെ ഒരു റേഞ്ച് സെലക്ട് ചെയ്തു. ഇവിടെ ഒരു പേര് കൊടുക്കുകയാണ്. യെല്ലോ എന്ന് കൊടുക്കാം. യെല്ലോ. ഇനി ഷീറ്റ് 1-ൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഡാറ്റകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഷീറ്റ് 2-ലുള്ള ആ യെല്ലോ എന്ന ഭാഗം എനിക്കൊന്ന് പെട്ടെന്നൊന്ന് ലുക്കപ്പ് ചെയ്യണം, കാണണം. അതിനുവേണ്ടി ഈ ഡൗൺ ആരോ വന്ന് നമുക്ക് പെട്ടെന്ന് ആ യെല്ലോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഷീറ്റിലെ ആ കോളത്തിലോട്ട്, ആ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ റേഞ്ചിലോട്ട് നമുക്ക് പെട്ടെന്നൊന്ന് എത്തിപ്പെടാൻ പറ്റും. ഈ ഫംഗ്ഷൻ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഇവയൊക്കെ നമുക്കൊരു ഡാറ്റ കമ്പാരിസണിൻ്റെ സമയത്തോ എന്തെങ്കിലും ഡാറ്റകൾ എൻ്റർ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്നൊന്ന് പഴയ ആ വാല്യൂലോട്ട് പെട്ടെന്നൊന്ന് കാണണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ഒരു പേര് ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് നമുക്ക് അതിലോട്ട് നാവിഗേറ്റ് ചെയ്ത് വരാം. ഇവയൊക്കെ നമ്മൾ ഈ വരുന്ന ലെസണുകൾ ഹൈപ്പർ ലിങ്കിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഇനി നമ്മളിങ്ങനെ എക്സലിൽ വർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ധാരാളമായി കുറച്ച് ടൂളുകൾ നമ്മൾ പിന്നെയും പെട്ടെന്ന് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരാറുണ്ട്. അവയൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലോട്ട് നമുക്ക് പ്രതിഷ്ഠിക്കാം. അതിനായിട്ട് എങ്ങനെയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നമുക്ക് എനേബിൾ ചെയ്യാൻ നോക്കാം. ഇവിടെ വന്നിട്ട് ഈ ഹോം ടാബിൻ്റെ
ഇവിടെ വരുമ്പോൾ ഇങ്ങേയറ്റത്ത് ഒരു ബ്ലാങ്ക് സ്പേസ് കിടപ്പുണ്ട്. ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ അതൊന്ന് എനേബിൾ ചെയ്താൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഇവിടെ ഒരു ചെറിയൊരു ടൂൾ ബാർ പോലെ എനേബിൾ ആകുന്നുണ്ട്. ഒന്നെങ്കിൽ ഇവിടുന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഫയൽ എന്ന ഓപ്ഷനിൽ ചെല്ലുക, താഴെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഈ ലെഫ്റ്റ് സൈഡിൽ ജനറലിനൊക്കെ താഴെ വരുമ്പോൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് ഈ ഒരു കോളത്തിന് താഴെയായിട്ട് ഷോ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അവിടെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. എവിടെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്, ഈ റിബൺസ് ഇവയൊക്കെയാണ്, റിബൺസിന്റെ പൊക്കത്തിൽ വേണോ താഴെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. തൽക്കാലം ബിലോ റിബൺ കൊടുക്കുകയാണ്, ഓക്കെ കൊടുക്കുകയാണ്. ഇതേ ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കാം. അവിടെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടി വരുന്ന ടൂളുകൾ അല്ലെങ്കിൽ റിബൺസുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന്റെ ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ കോളങ്ങൾ കാണാം. ഈ ലെഫ്റ്റ് സൈഡിൽ പോപ്പുലർ കമാൻഡ്സ് എന്നാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എക്സലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ റിബൺസുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരെണ്ണം സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഞാൻ ഇവിടെ കട്ടും കോപ്പി നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഈ കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ആഡ് നടുക്കുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ഈ റൈറ്റ് സൈഡിലത്തെ കോളത്തിലോട്ട് അത് ആഡായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ പെട്ടെന്ന് എത്തിക്കേണ്ടത്, മെർജ് ആൻഡ് സെൻറ്റർ വേണമെങ്കിൽ ഇവ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ഓക്കെ കൊടുത്താൽ ഈ നമ്മളിവിടെ വന്നിരിക്കുന്ന ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ആ റിബൺസ് ഒക്കെ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് ഇവിടെ ഒരു ഫിൽ കളർ എന്ന ഓപ്ഷൻ എടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഇവിടെ കളറൊക്കെ ഇതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന്റെ പ്രത്യേകത. ഇനി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ പോലെ തന്നെയാണ് നമ്മളിവിടെ ടാബുകൾ പഠിച്ചു. ഇപ്പം നമ്മളൊരു HR ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ എല്ലാ ഫംഗ്ഷനുകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ സ്ഥിരമായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ധാരാളം റിബൺസുകൾ പല പല ടാബുകൾ കണ്ടറിലായിട്ട് കിടപ്പുണ്ട്. ഇവയെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയൊരു ടാബ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഫയലിൽ ചെല്ലുക, ഓപ്ഷൻസ് വരിക, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന്റെ പൊക്കത്തിലായിട്ട് കസ്റ്റമൈസ് റിബൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ കോളങ്ങൾ കാണാം. അവയ്ക്ക് അവിടെ ഇവിടെ ന്യൂ ടാബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ന്യൂ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ന്യൂ ടാബും കസ്റ്റമും ന്യൂ ഗ്രൂപ്പ് കസ്റ്റമും വന്നിട്ടുണ്ട്. ഇനി ന്യൂ ടാബിൻ്റെ അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അത് റീനെയിം ചെയ്യാം. ഞാനിവിടെ അക്കൗണ്ട്സ് എന്ന് കൊടുക്കുകയാണ്, അക്കൗണ്ട്സ്. ഇനി അക്കൗണ്ട്സിൻ്റെ അണ്ടറിൽ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഗ്രൂപ്പിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഓരോ ഇത് ക്ലിപ്പ് ബോർഡിൽ നിന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്, ഹോം ടാബിന് അങ്ങനെ പല സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഇവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതിന് പകരം ഇതിൻ്റെ അണ്ടറിലേക്ക് കുറേ റിബൺസുകൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പോപ്പുലർ കമാൻഡ്സിൻ്റെ അവിടുന്ന് ഈ ഡ്രോപ്പ് ഡൗൺ നിൽക്കുകയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ആണ്, ഓൾ കമാൻഡ്സ് കൊടുക്കാം. ജസ്റ്റ് ഒരു വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും എക്സലിലുള്ള എല്ലാ കമാൻഡ്സും ഇവിടെ ഡിസ്പ്ലേ ആകുന്നുണ്ട്, കണ്ടോ, ധാരാളം കമാൻഡ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഇവയിൽ നമുക്ക് വേണ്ടപ്പെട്ട കമാൻഡുകൾ ഒരു ആൽഫബറ്റിക് ഓർഡറിലാണ് ഇവിടെ കിടക്കുന്നത്, ഇത് നമുക്ക് ചൂസ് ചെയ്യാം. ലൈൻ സിംഗിൾ ഞാൻ ഇങ്ങോട്ട് കൊടുക്കുകയാണ്, ആഡ് ആക്കുകയാണ്. നമുക്ക് വേണ്ട ഓൾ ബോർഡേഴ്സ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ആവശ്യമെന്ന് തോന്നുന്നവയെല്ലാം ഈ ഒരു ടാബിൻ്റെ അണ്ടറിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഫോട്ടോ, റോ ഹൈറ്റ് ഇങ്ങനെ കൊടുക്കുന്നു. അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ വേണമെങ്കിൽ കാൽക്കുലേറ്റർ കൊടുക്കാം. ഓൾ കമാൻഡ്സ് അല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പോപ്പുലർ കമാൻഡ്സ് സെലക്ട് ചെയ്യാം. ഇവിടുന്ന് കോപ്പി വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. ഫേസ് പെയിൻസ്, ഫോർമാറ്റ് പെയിൻറ്റർ, അങ്ങനെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനുകൾ ഏതൊക്കെയാണോ അവയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ടാബിൻ്റെ അണ്ടറിലായിട്ട് നമുക്ക് കൊണ്ടുവരാം. ഞാൻ ഇത്രയും ഫംഗ്ഷനുകൾ റിബൺസുകൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് ഓക്കെ കൊടുക്കുകയാണ്. ഇതുണ്ടോ, ഹോം ടാബിൻ്റെ ഇപ്പുറത്തായിട്ട് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ടാബ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ റിബൺസുകൾ ഓരോ ഗ്രൂപ്പ്, ഇവിടെ ഗ്രൂപ്പിന് പേര് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ന്യൂ ഗ്രൂപ്പ് എന്ന് കാണിക്കുന്നു. ഈ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഫംഗ്ഷനുകളും അല്ലെങ്കിൽ എല്ലാ റിബൺസുകളും ഇനി ഒരു ടാബിൻ്റെ ഒരു ടാബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇവ വീണ്ടും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഫയലിൽ ഓപ്ഷൻസ് ചെല്ലുക, കസ്റ്റമൈസ് റിബൺ ചെല്ലുക. ഇനി ഇവിടെ നമ്മുടെ അക്കൗണ്ട്സ് മുമ്പേ ക്രിയേറ്റ് ചെയ്ത ആ റിബൺ ഇവിടെയുണ്ട്, ടാബ് ഇവിടെയുണ്ട്. ആ ടാബിൻ്റെ അണ്ടറിൽ ന്യൂ ഗ്രൂപ്പ് ഉണ്ട്. ജസ്റ്റ് ഒരു ആരോ ഞെക്കി നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടുന്ന് വീണ്ടും സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയും നമുക്ക് ചെയ്യാം. ഇനി ഈ
ടാബിൻ്റെ ഓരോ ടാബിൻ്റെ പൊസിഷനിൽ നിന്നാണെങ്കിൽ നമുക്ക് റീഅറേഞ്ച് വരെ ചെയ്യാം. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് താഴോട്ടോ പൊക്കത്തിലോട്ടോ ഇങ്ങോട്ട് പോയാൽ മതി. ഇങ്ങനെ നമുക്കിത് റീഅറേഞ്ച് ചെയ്യാം. ഇത് അക്കൗണ്ട്സ് ഇൻസേർട്ടിൻ്റെ പുറത്തായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു എങ്ങനെയാണ് ഒരു വർക്ക് ബുക്കിൽ ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടായിട്ട് ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഷീറ്റാണ് ഉണ്ടായിരിക്കുന്നത്, ഷീറ്റ് 1 എന്ന് പറഞ്ഞുകൊണ്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ഷീറ്റ് ആഡ് ചെയ്യാം. ഷീറ്റ് 2 ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഓപ്ഷൻ പഠിച്ചായിരുന്നു, ഷോർട്ട് കട്ട് പഠിച്ചായിരുന്നു. ഷിഫ്റ്റ് ഫംഗ്ഷൻ കീ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് F11 ഷീറ്റ് 3, ഷീറ്റ് 4, ഷീറ്റ് 5, 6, 7, 8 ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന. ഓക്കെ, ഇനി ഇവ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ് കൊടുത്താൽ മതി, പൊക്കോളും. ഇനി ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു 7 ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവയൊരു ഓർഡറിലല്ല എടുക്കുന്നത്. 1 കഴിഞ്ഞിട്ട് 7, 6, 5 അങ്ങനെ ഒരു ഓർഡറിലാണ് കിടക്കുന്നത്. ഇവയെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീപൊസിഷൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്നറിയാമോ? ഇത് ഷീറ്റ് 2 ഇവിടെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഓരോ ഷീറ്റുകളും റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റീഅറേഞ്ച് ചെയ്യാം. ഇപ്പം ഷീറ്റ് ഓർഡറിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷീറ്റിന് ഞാനൊരു പേര് കൊടുക്കാൻ പോവാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെ ഞാൻ മാസ്റ്റർ എന്ന് കൊടുക്കുകയാണ്, മാസ്റ്റർ ഫയൽ എന്ന് പറയാം. അല്ലെങ്കിൽ ഷീറ്റ് 2വിനെ ജസ്റ്റ് ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി, റീനെയിം ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് വരും. പിന്നെ HR എന്ന് കൊടുക്കുകയാണ്, HR ഡിപ്പാർട്ട്മെൻറ്റ്. ഷീറ്റ് 3നെ റീനെയിം ചെയ്ത് മാർക്കറ്റിംഗ്. ഷീറ്റ് 4നെ സെയിൽസ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് തൽക്കാലം ഈ 4 എണ്ണത്തിന് മാത്രം റീനെയിം ചെയ്തു. ഇനി ഞാനിവിടെ കുറച്ച് ഡേറ്റകൾ എഴുതുകയാണ്. സീരിയൽ നമ്പർ, നെയിം, എംപ്ലോയി ID, ഇങ്ങേറ്റത്ത് ഏരിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതി ജസ്റ്റ് ഇവയൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ്, ഒന്ന് ബോൾഡൊക്കെ ആക്കി ഒരു ബോർഡറിങ് ഒക്കെ കൊടുത്തു. ഓക്കെ, ഞാൻ ഇവയൊക്കെ എഴുതിയ കാര്യങ്ങൾ എനിക്ക് ഈ HR-ലും മാർക്കറ്റിങ്ങിലും റിഫ്ലക്റ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ ഒരു കോപ്പി അവിടെ വേണം. അതിനായിട്ട് സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ഇവ ജസ്റ്റ് സെലക്ട് ചെയ്ത് കോപ്പി എടുക്കുന്നു, HR-ൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് ഇവിടെ ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും വരണം, ഈ 2 ഷീറ്റിലും വരണം. അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടി നമ്മളിപ്പം മാസ്റ്ററിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ HR-ഉം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഷീറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇവ സെലക്ട് ചെയ്തപ്പോൾ ഇതുണ്ടോ, ഇതൊരു ബോൾഡായിട്ട് പേര് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വർക്ക് ബുക്കിൻ്റെ പേര് ബുക്ക് 1 എന്നായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഗ്രൂപ്പ് എന്നും കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ മാസ്റ്റർ, HR, മാർക്കറ്റിംഗ് ഈ 3 ഷീറ്റുകളും കൂടെ ഒരു ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എഴുതുന്ന കാര്യങ്ങളെല്ലാം ഈ ഗ്രൂപ്പ് ചെയ്ത ഈ ഷീറ്റുകളിലും പ്രതിഫലിക്കും. ഞാനിവിടെ സീരിയൽ നമ്പർ കൊടുക്കുകയാണ്, സെൽ നെയിം, ഇവിടെ എംപ്ലോയി ID, അപ്പുറത്ത് ഏരിയ. ഇവയെ വീണ്ടും ഒന്ന് വൃത്തിയാക്കിയാണ് ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരു കളറിങ്ങും കൊടുത്തേക്കാം. കൊടുത്തു. ഇനി ഞാൻ HR വന്ന് നോക്കി, HR-ലും അതേപടി ആയിട്ടുണ്ട്. സൂമിങ്ങിൻ്റെ കുറവേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. മാർക്കറ്റിംഗിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഗ്രൂപ്പ് ആയിട്ടാണ് കിടക്കുക. ഞാൻ ഈ കൺട്രോൾ കീ ഹോൾഡ് ചെയ്തത് അൺഹോൾഡ് ചെയ്യുകയാണ്. ജസ്റ്റ് എന്നിട്ടൊരു ഷീറ്റ് 5 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ആ ഗ്രൂപ്പിംഗ് മാറാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഗ്രൂപ്പ് അല്ല. മാർക്കറ്റിംഗ് എടുത്ത് നോക്കിയ ഗ്രൂപ്പ് അല്ല, മാസ്റ്റർ എടുത്ത് നോക്കിയ ഗ്രൂപ്പ് അല്ല. ഇനി ഞാൻ മാസ്റ്ററിൽ വന്നിട്ട് സീരിയൽ നമ്പർ 1 എന്ന് എഴുതി, ഇവിടെ നെയിം കൊടുക്കുകയാണ്, അരുൺ എന്ന് കൊടുക്കുന്നു, എംപ്ലോയി ID കൊടുക്കുന്നു, ECD 001, ഏരിയ നോർത്ത് കൊടുത്തു. ഇനി HR വന്ന് നോക്കുക, HR-ൽ അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. കാരണം നമ്മൾ ആ ഗ്രൂപ്പിംഗ് മാറ്റിയായിരുന്നു. ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മളിങ്ങനെ ഇതേ ഡേറ്റ ഈ ഫയലിലും റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ. അതിനുവേണ്ടി ഒന്നുകൂടെ കാണിക്കാം. വീണ്ടും നമ്മൾ മാസ്റ്ററും HR-ഉം മാർക്കറ്റിംഗും കൂടെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഗ്രൂപ്പായി. ഇനി മാസ്റ്ററിൽ വന്ന് നമുക്ക്
സീരിയൽ നമ്പർ 1 കൊടുത്തു, നെയിം അരുൺ എന്ന് കൊടുക്കുകയാണ്, എംപ്ലോയി ഐ ഡി ECD 001 കൊടുത്തു, ഏരിയ നോർത്ത് കൊടുത്തു, ഇനി 2 കൊടുത്തു, മാത്യു എന്ന് കൊടുത്തു, ECD 002 കൊടുത്തു, സൗത്ത് കൊടുത്തു. ജസ്റ്റ് ഞാൻ ഈ കൺട്രോൾ കീ മാറ്റിയിട്ട് ഒരു ഷീറ്റ് 5 വന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ആ ഗ്രൂപ്പിംഗ് പോകാനായിട്ട്. ഇനി മാർക്കറ്റിംഗ് വന്ന് നോക്കുമ്പോൾ നമ്മൾ മാസ്റ്ററിൽ ടൈപ്പ് ചെയ്ത ഡാറ്റ അതേപടി HR-ലും മാർക്കറ്റിങ്ങിലും റിഫ്ലക്റ്റ് ആയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഫയൽ നമ്മൾ കോപ്പി ചെയ്യാതെ മറ്റൊരു ഫയലിലോട്ടും നമുക്ക് ഒരേ അറ്റ് എ ടൈം ഒരു ഷീറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ മറ്റേ ഷീറ്റിലും അതേപോലെ തന്നെ പ്രതിഫലിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു മാസ്റ്ററിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പല ഇപ്പം നമ്മൾ 7 ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓരോ ഷീറ്റിലേക്ക് നമുക്ക് എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യുന്നത്? പേജ് അപ്പ്, പേജ് ഡൗൺ എന്ന് പറഞ്ഞ 2 കീസ് കാണും. ജസ്റ്റ് നോക്കുക. കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് പേജ് ഡൗൺ ഞെക്കുകയാണെങ്കിൽ മുമ്പോട്ട് പോകും. ഷീറ്റ് 1 2 3 4 5 6 7 പോകും. അതേപോലെ തന്നെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് പേജ് അപ്പ് ഞെക്കുകയാണെങ്കിൽ 7 ഷീറ്റ് 6 5 4 3 2 1 മാസ്റ്ററിൽ വരെ തിരിച്ചെത്തും. ഇനി നിങ്ങളുടെ നിങ്ങളുടെ കീബോർഡിൽ ഫംഗ്ഷൻ കീയും കൂടി ഉള്ളതാണെങ്കിൽ കൺട്രോളിനൊപ്പം ഫംഗ്ഷൻ കീയും കൂടെ യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഷീറ്റിലൂടെ നാവിഗേഷൻ നടത്തും. ഇപ്പോൾ നമ്മൾ ഷീറ്റ് 7 വന്നു. നമ്മൾ കുറച്ച് ഷീറ്റും കൂടി ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഷിഫ്റ്റ് ഫംഗ്ഷൻ കീ F11 കൂടെ അമർത്തിയാണ് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുകയാണ്. 11 13 ഇത് കുറേ ധാരാളം ഒരു 20 ഷീറ്റ്സ് നമ്മൾ ഈ ഒരു വർക്ക് ബുക്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 20 ഷീറ്റ്സ്. അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ നാവിഗേഷൻ നടക്കുകയില്ല. നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ കാണിച്ച ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോളും ഫംഗ്ഷൻ കീയും ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ കീയും പ്രസ് ചെയ്ത് പേജ് അപ്പും പേജ് ഡൗണും വെച്ച് ഇങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ എപ്പോഴും നടക്കുന്ന കാര്യമല്ല. ധാരാളം ഷീറ്റുകളുള്ളപ്പം അതൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വേണ്ട ഷീറ്റിലോട്ട് മാറും. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമ്മൾ ഈ ആരോ കണ്ടോ, ഈ ആരോയുടെ ഇവിടെ വരുമ്പം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എത്ര ഷീറ്റുകളുണ്ടോ നമ്മുടെ ഈ വർക്ക് ബുക്കിൽ അവയെല്ലാം ഡിസ്പ്ലേ ആവുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഷീറ്റ് ഏത് ഷീറ്റിലോട്ടാണ് പോകേണ്ടത് നോക്കിയിട്ട് ഓക്കെ കൊടുത്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഷീറ്റിൽ വരും. ഇനി അതുമല്ല, ഈ ഷീറ്റിനൊക്കെ ഓരോ പേരുണ്ടെങ്കിൽ ആ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്താലും മതി. M കൊടുത്തു മാസ്റ്റർ വരിക, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒന്നുകൂടെ M പ്രസ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ആ മാർക്കറ്റിങ്ങിലോട്ട് ആ ഷീറ്റിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നാവിഗേഷൻ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കിവ എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൂടെ നമുക്ക് പഠിക്കാം. ഇപ്പം എനിക്ക് മാസ്റ്റർ അവിടെ നിൽക്കട്ടെ. HR-ഉം സെയിൽസും ഷീറ്റ് 5-ഉം ഈ 3 ഷീറ്റുകൾ എനിക്ക് ഡിലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്താണ് ചെയ്യുക? ഒന്നെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ഓരോന്നും ഡിലീറ്റ് ചെയ്ത് പോകണം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. മാർക്കറ്റിങ്ങും സെയിൽസും ഷീറ്റ് 5-ഉം കൂടെ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? മാർക്കറ്റിങ്ങും സെയിൽസും ഷീറ്റ് 6-ഉം കൂടെ എനിക്ക് ഡിലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി ജസ്റ്റ് കൺട്രോൾ കീ ഹോൾഡ് ചെയ്യുകയാണ്. അതിന് ഷോർട്ട് കട്ടാണ് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് ഏതൊക്കെ ഷീറ്റാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അവ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഷീറ്റ് 6-ഉം കൂടെ സെലക്ട് ചെയ്തു. കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് ഷീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇതൊരു ഗ്രൂപ്പ് ആവും. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് അടിക്കാം. ഏതൊക്കെയായിരുന്നോ നമ്മൾ വേണ്ടിയിരുന്നത് അവയെല്ലാം ഡിലീറ്റ് ആയി. എന്നാൽ ഇതിങ്ങനെ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഷീറ്റുകൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേണ്ട ഷീറ്റുകൾ മാത്രം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനാണ്. എന്നാൽ എനിക്കിപ്പോൾ ഇനി വേണ്ടത് ഈ ഷീറ്റ് 20 തൊട്ട് ഷീറ്റ് 30 വരെ എനിക്ക് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യണം. ഇങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്താൽ അല്ലാതെ അതിന് വേണ്ടിയിട്ടുള്ള വഴിയാണ് ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുക. ഷീറ്റ് 20-ലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഷീറ്റ് 20-ന്ന് ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുന്നു. ഷീറ്റ് 13 വരെ എത്തുന്നു. അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഷീറ്റ് 13 ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവയെല്ലാം ഗ്രൂപ്പായിട്ടാണ്. ഇനി റൈറ്റ് ക്ലിക്ക് അടിക്കുന്നു, ഡിലീറ്റ് അടിക്കുന്നു. അവയെല്ലാം പോയി. ഒന്നുകൂടെ കാണിക്കാം. ഷീറ്റ് 12-ന്ന് ഇപ്പം ഞാൻ അങ്ങേയറ്റത്ത് പോവുകയാണ്. ഷീറ്റ് 5-ൽ നിൽക്കുകയാണ്. ഇവിടുന്ന് ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുന്നു. ഷീറ്റ് 7 സെലക്ട് ചെയ്യുന്നു. എല്ലാം ഗ്രൂപ്പായിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ്, എല്ലാം പോയിട്ടുണ്ട്. ഇപ്പം മാസ്റ്റർ മാത്രം നിൽക്കുകയാണ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മളിങ്ങനെ എക്സലിൽ ഡാറ്റകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാറ്റ ധാരാളം ടൈപ്പ് ചെയ്ത് ഇങ്ങനെ പോയി. എന്നാൽ ഇടയ്ക്ക് വെച്ചൊന്ന് പവർ ഫെയിലായി, അല്ലെങ്കിൽ എന്തോ കാരണത്തിൽ നമുക്ക് ഒന്ന് എണീറ്റ് വേറെ എങ്ങോട്ടല്ലോ പോകേണ്ടി വന്നു. അപ്പോൾ നമ്മളിത് സേവ് ചെയ്യാതെയാണ് പോയത്.
ഇപ്പം പവറൊക്കെ വന്ന് എന്തൊക്കെ കാരണത്തിൽ ഷട്ട് ഡൗൺ ആയിപ്പോയി, അല്ലെങ്കിൽ അറിയാതെ ക്ലോസ് ചെയ്തു പോയി, നമ്മൾ ചെയ്ത ഡേറ്റ എല്ലാം പോയി. എന്നാൽ ഇങ്ങനെ ഡേറ്റ ലോസ് ആവാതിരിക്കാനായിട്ട് നമുക്കൊരു ഓട്ടോ സേവ് എന്നൊരു ഫീച്ചർ എക്സലിലുണ്ട്. ഈ പുറത്തിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓട്ടോ സേവ് അല്ല, ഇത് ക്ലൗഡുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്ന ഓട്ടോ സേവിംഗ് ആണ്. ഇതല്ല, നമ്മുടെ ലോക്കൽ ഫയലിൽ തന്നെ, നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെ എക്സൽ ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫയലിൽ നിന്ന് അതിന് ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻസ് വരിക, സേവ് എന്ന ഒരു ജനറൽ ടാബ്, ഇവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരിക. സേവ് ഓട്ടോ റിക്കവറി ഇൻഫർമേഷൻ എവരി 10 മിനിറ്റ്സ് എന്നായിരിക്കും ഡിഫോൾട്ട് ആയിട്ട് കിട്ടുന്നത്. ഇവയെ നമുക്ക് ഏറ്റവും കുറഞ്ഞ മിനിറ്റ്സിലോട്ട് കൊണ്ടുവരും. 10 മിനിറ്റ്സ് എന്ന് വെച്ചാൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും എക്സൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഡേറ്റ സേവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു 10 മിനിറ്റ് ആകുമ്പോൾ മാത്രമേ ഈ എക്സൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ സേവ് ചെയ്യുള്ളൂ. അതായത് ആ 10 മിനിറ്റ് കഴിഞ്ഞ് 12ാമത്തെ മിനിറ്റിലോ 13ാമത്തെ മിനിറ്റിലോ 15ാമത്തെ മിനിറ്റിലോ ഈവൻ 19ാമത്തെ മിനിറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഡേറ്റകൾ സേവ് ആകത്തില്ല. 20 മിനിറ്റ് ആയാൽ മാത്രമേ, അടുത്ത 10 മിനിറ്റ് ആയാൽ മാത്രമേ ഇത് സേവ് ആവുകയുള്ളൂ. എന്നാൽ നമുക്ക് ഈ മിനിറ്റ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള 1 മിനിറ്റ് ഉണ്ട്, 1 മിനിറ്റിലേക്ക് കൊണ്ടുവരിക, ഓക്കെ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ മിനിറ്റ് കൂടുന്തോറും എക്സൽ നമ്മൾ ചെയ്യുന്ന ഡേറ്റകൾ ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ചെയ്യും. അപ്പം നമ്മുടെ ഒരു എറർ വന്ന അല്ലെങ്കിൽ സേവ് ചെയ്യാൻ മറന്നുപോയാൽ ലോസ് ആവാനുള്ള ഡേറ്റകളുടെ സാധ്യത കുറയും. ഒന്നുകൂടെ കാണിക്കാം. ഫയലിൽ ഓപ്ഷൻസ്, സേവ്, ഇവിടെ സേവ് ഓട്ടോ റിക്കവർ ഇൻഫർമേഷൻ എവരി 1 മിനിറ്റ് ആക്കി കൊടുക്കും. ഓക്കെ, ഇനി ഇങ്ങനെ ഡേറ്റകൾ ഓട്ടോ സേവ് ആവുന്നുണ്ട്. എന്നാൽ ഇവ എങ്ങനെയാണ് നമുക്ക് തിരിച്ചെടുക്കുകയും കൂടെ വേണ്ടേ? അതിനുള്ള ഓപ്ഷനാണ് ഫയലിൽ ചെല്ലുക, ഇവിടെ ഓപ്പൺ വരിക. ഓപ്പൺ നമ്മളുടെ റീസെന്റ് ആയിട്ടുള്ള വർക്ക് ബുക്ക് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇനി താഴെയായിട്ട് റിക്കവർ അൺസേവ്ഡ് വർക്ക് ബുക്സ്, അതായത് നമ്മൾ സേവ് ചെയ്യാതെ ഓട്ടോ സേവ് ആയിട്ട് എക്സൽ സേവ് ചെയ്തിട്ടുള്ള ഫയലുകൾ ഈ റിക്കവർ അൺസേവ്ഡ് വർക്ക് ബുക്സിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഇങ്ങനെ ഈ ഫോൾഡറിൽ എക്സൽ നമ്മൾ സേവ് ചെയ്യാതെ ഓട്ടോ സേവ് ആക്കി വെച്ചിരിക്കുന്ന ഫയലുകളെല്ലാം ഡിസ്പ്ലേ ചെയ്യിക്കും. നിങ്ങൾ എക്സലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബുക്കുകളൊക്കെ ബുക്ക് 1 എന്ന പേര് കാണിക്കും. കാരണം ഇവയെല്ലാം ബുക്ക് 1 എന്നാണ് കാണിക്കുന്നത്. കാരണം എക്സൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഡിഫോൾട്ട് ആയിട്ട് ഒരു വർക്ക് ബുക്കിന് കൊടുക്കുന്ന പേരാണ് ബുക്ക് 1 എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഡേറ്റ് മോഡിഫൈ ചെയ്യുന്ന സമയം നോക്കി നമുക്ക് ഏത് ഡേറ്റയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പം ഇവിടെ നമ്മളൊരു എക്സലിൽ ഒന്നും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷീറ്റുകളൊന്നും കാണത്തില്ല. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കത് തിരിച്ചെടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, റിക്കവർ അൺസേവ്ഡ് ഫയൽ, ദിസ് ഈസ് എ റിക്കവേർഡ് ഫയൽ ദാറ്റ് ഈസ് ടെമ്പററി സ്റ്റോർഡ് ഓൺ. സേവസ് കൊടുത്ത് നമുക്ക് പുതിയൊരു പേരിട്ട് നമുക്കിത് റിക്കവർ ചെയ്തെടുക്കാം. ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ കാണുന്നത്. ഓക്കെ.